ഗുഡ് മോർണിംഗ് പറയണില്ലേ തിരിച്ച്? എന്നിട്ട് നടന്നിട്ട് വരാം. നമ്മുടെ പ്രകൃതിയിൽ ആസ്വദിച്ചിട്ട് വരാം. ഉറങ്ങാം. കഴിഞ്ഞോട്ടെ ഇവിടെ നെല്ലൊക്കെ വിതച്ച് കതിരൊക്കെ ഉണ്ടായി നിൽക്കുന്ന സമയത്ത്, ഒരു പച്ചപ്പൊക്കെയുള്ള സമയത്ത് വന്നിട്ടുള്ളത് കേട്ടോ. അത് കഴിഞ്ഞിപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞു, കൊയ്ത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ വൈക്കോല് ഇറക്കി കൊണ്ടുപോയി. എന്നിട്ട് ഒരു 2-3 മണിത്തിന് ശേഷം ഇപ്പോൾ വരുന്നത്. അപ്പോൾ ഇവിടെ ആകെ നമ്മുടെ നെല്ലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ ഒരു ഭംഗിയുണ്ട്, ഒരു പച്ചപ്പ്, ചെറിയൊരു പച്ചപ്പൊക്കെ ആയിട്ട് അത് ഭയങ്കര മനോഹരമാണ്. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് സൺസെറ്റ് കാണാൻ പറ്റും, സൺറൈസ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നല്ലൊരു മോർണിംഗ് ആണ്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളും കൂടി കാണാം. അതായത് നമ്മുടെ ബസ്സൊക്കെ വരുന്നുണ്ട്, ബസ് റൂട്ടാണ്. വലിയൊരു റോഡും നല്ല മനോഹരമാണ് കേട്ടോ. അതൊക്കെ അതച്ച് സംസാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ആ വഴിയിൽ നിന്ന് കുറച്ചൊന്നും കൂടി എന്നിട്ട് അപ്പോൾ തന്നെ എടുത്ത വീഡിയോയാണ്. അപ്പോൾ അതാണ് ഇങ്ങനെ പെട്ടെന്ന് കതച്ചിട്ടൊക്കെ സംസാരിക്കുന്നില്ല. പിന്നെ അപ്പോൾ നമ്മുടെ നോക്കിയപ്പോൾ സൺറൈസ് ആയിട്ടില്ല. സൺറൈസ് ആയിട്ടുണ്ട്, ജസ്റ്റ് നമ്മുടെ മുകളിലേക്ക് ഇങ്ങനെ സൂര്യൻ ഇങ്ങനെ കയറി വരും ആ ഭാഗത്തേക്ക്. അപ്പോൾ വന്നിട്ടില്ല. ഞാൻ കുറച്ച് ദൂരം അങ്ങോട്ട് കുറച്ച് നടന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ആൾ വരും. അപ്പോൾ ആ ഒരു വ്യൂ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ചെറിയൊരു ഇത് ചോല എന്നിട്ട് പറയുക, എന്താ പേര് പറയും, അതാണ്. അപ്പോൾ അവിടെ നമ്മുടെ കുളവാഴ എന്നിവിടെ പറയുന്നത്. അത് നിൽക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ഉണ്ടായി വരുന്നുള്ളൂ, അതിന് കുറേ ഉണ്ടാവും കേട്ടോ. വലിയ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കണമെന്ന് തോന്നുന്നത്, വാടി നിൽക്കുക. വലിയ പൂക്കളായിട്ടൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പുറത്തെ സൈഡിലൊക്കെ ഉണ്ട്, പക്ഷേ ഡേഞ്ചറാണ്. ഞാൻ അതിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടാണ് എടുക്കുന്നത്. എങ്ങാനും വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ പോലും അറിയില്ല. ഇവിടെ എൻ്റെ റോട്ടിൽ മാത്രമേ ചേട്ടന്മാർ നടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ വീണ്ടും പോയി അറിയില്ല. അപ്പോൾ നമ്മുടെ സേഫ്റ്റി നല്ലോണം നോക്കണം. പിന്നെ അത് അവിടെ കാണുന്ന ആ ഒരു ഭാഗമില്ല, അവിടെ പോയി ഞാൻ ഇരിക്കും കുറച്ച് നേരം. അപ്പോൾ ഇത് സൂര്യൻ വരാറുണ്ട്, കാരണം സൂര്യൻ വരാത്തയാവോ. ഇപ്പോൾ ഞാൻ ഇറങ്ങിയ ടൈം ഭയങ്കര കൂടുതലായാവും. നല്ലൊരു 6:36 ആയി. എന്താണാവോ കാണാത്തത്. കുറച്ച് കഴിയുമ്പോൾ വരികയായിരിക്കും. ഇപ്പോൾ വരില്ലേ നോക്കാം. ഇപ്പോൾ ഇവിടെ നെല്ലൊക്കെ ആയിരുന്നു അന്ന് വന്നപ്പോൾ. നെല്ലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞു, വെള്ളമൊക്കെ വിട്ടിട്ടുണ്ട്. അതാണ് നമുക്ക് കിണറ്റിൽ ഇപ്പോൾ വെള്ളമുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിണറ്റിലാണ് നോക്കില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒത്തിരി കയറി, ഞങ്ങൾ വീട് പാട്ടിൻ്റെ ഈ സൈഡിൽ തന്നെയാണ്. പക്ഷേ അവിടെ കുറച്ച് കയറിയിട്ടുള്ളവർക്കാണ് വെള്ളം ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഈ അടുത്ത് ഗ്രാമസഭയ്ക്ക് പോയപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെക്കുമ്പോൾ ഭാഗത്ത് വെള്ളമില്ല, അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളത്തെ കാരണം ഉണ്ടാവും തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു വ്യൂ നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ എനിക്ക് ഒന്നാമത് എൻ്റെ ഫോണിൻ്റെ ഒരു ക്ലാരിറ്റിയും പിന്നെ ഒരു ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മാക്സിമം നമ്മൾ എടുക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പണ്ടതാണ് ഇത് ഇവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൂവ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, വിരിഞ്ഞിട്ടില്ല കേട്ടോ, എല്ലാം മുട്ടായിട്ട് നിൽക്കുകയാണ്. വിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും, കണ്ടിട്ടുണ്ടാവും. ഞങ്ങൾക്ക് പൊട്ടിക്കണമെന്നില്ല, നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ വേഗം വാടും. ഈ വാടി കയ്യിൽ വയ്ക്കുന്നൊക്കെ നല്ലതല്ല, അത് അവിടെ നിന്ന് വിരിഞ്ഞ നല്ല രസത്തിലാണ് നിൽക്കട്ടെ. ഇതൊക്കെ ഈ കുളവാഴയാണ്, കുളവാഴ എന്ന് ഞാൻ തോന്നുന്നു പറയാം, വാഴ തന്നെയായിരിക്കും. അപ്പോൾ ഞാനും ചക്കരും കുഞ്ഞും കൂടിയിട്ടാണ് ഇടയ്ക്ക് വരാറ്. അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ നോക്കിക്കും കുറച്ച് നേരം. റോട്ടി കൂടെ വേണ്ട, റോട്ടി കൂടെ റോഡാണ്. ആ റോട്ടി കൂടെ ഇങ്ങനെ രാവിലെ കുറേ പേര് നടക്കാനൊക്കെ പോകും. ഞാൻ പോകാറുണ്ട്, എനിക്കാണ് ടൈം കിട്ടാറില്ല പോകാനായിട്ട്. പിന്നെ ഇടയിൽ വീട്ടിലെ കൊയ്ത്തിൻ്റെ ടൈമിലൊന്നും വന്നിട്ടേ ഇല്ല, കിട്ടാൻ കൊയ്ത്തിനെങ്കിലും ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഒരു രാവിലത്തെ മോർണിംഗ് ബ്യൂട്ടിഫുൾ വ്യൂ എന്ന് പറയുന്നത്. ഇനി വീട്ടിൽ എത്തണം, വീട്ടിൽ എത്തിയിട്ട് കുഞ്ഞിനെ എണീപ്പിക്കണം. അതെ, നമ്മുടെ സൂര്യൻ ഉദിച്ചുദിച്ച് വരുന്നുണ്ട്. കണ്ടു മോനെ കണ്ടു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾ വരും, നമുക്ക് കുറച്ച് ഒരാളെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആളിങ്ങനെ വരുമ്പോൾ ആളുടെ ഒരു വ്യൂ കൂടി കാണിച്ചു തരാം കേട്ടോ. അതെ, ഇതോടെ ഇങ്ങനെ ഇരുന്നു നമ്മുടെ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് ഞാൻ നോക്കിയിരുന്നു കേട്ടോ. അത് ആ ഒരു വ്യൂ ഇങ്ങനെ നോക്കിയിരുന്നു, ഇങ്ങനെ കയറി വരുന്നുണ്ട്. ഇത്രയും കൂടി ഇങ്ങനെ കയറി വരട്ടെ. ഫൈനലി നമ്മുടെ സൂര്യനെ നമ്മൾ കണ്ടു, സൺറൈസ് കണ്ടേക്കാണ്. അപ്പോൾ ആ ഒരു മരത്തിന് മുകളിൽ കൂടെ ആളിങ്ങനെ കയറി വരുന്നത് നല്ല രസമുണ്ട് കേട്ടോ. എന്താ പറയുക, ഒരു പ്രകൃതി നമുക്ക് തരുന്ന ഒരു ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ ഇങ്ങനെ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയിരുന്ന് കാണണം. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണമല്ലേ, പൈസ ഒന്നും ഇതിന് 1 രൂപ പോലും മുടക്കണ്ട. ആ കിട്ടുന്ന ഒരു അവസരം നമുക്ക് കിട്ടുന്ന എല്ലാവരും മാക്സിമം യൂസ് ചെയ്യാനാണ് ഞാൻ പറയാം. അപ്പോൾ നമ്മളിങ്ങനെ പശുമൂടി കിടന്ന് ഉറങ്ങണതിന് നല്ലൊരു വേറൊരു വ്യൂ ഇതാണ് നമുക്ക് ക്ഷീണിക്കണമെങ്കിൽ. പക്ഷേ നമുക്ക് എപ്പോഴും ഇല്ലാതെ ഒരു വട്ടെങ്കിലും അങ്ങനെയൊക്കെ കാണാനൊക്കെ പറ്റാന്ന് വന്ന് കാണാം. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് ഭയങ്കര കാമായിട്ട് നോക്കിയിരിക്കുകയാണ്. ഞാൻ ഇപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ക്യാമറ കൂടെ അല്ലാട്ടോ നോക്കുന്നത്. ക്യാമറ കൂടെ നോക്കുമ്പോൾ ആ ഒരു ഭംഗിയേ ഇല്ല, നേരിട്ട് കാണുന്ന ഒരു ഭംഗിയേ ഇല്ല. അതാണ് ഞാൻ ജസ്റ്റ് ക്യാപ്ചർ ചെയ്യണമെന്നുള്ളൂ. നമുക്ക് തിരിച്ചടക്കാം. ആൾ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ബണ്ണുമ്മ കൂടെ നടക്കണമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഇനി വീട്ടിൽ പോയി ഒരു ഗ്ലാസ് കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒരു ദിവസം തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ സൺറൈസൊക്കെ കണ്ട് മോർണിംഗ് വ്യൂ ഒക്കെ കണ്ട് നമ്മുടെ ഒരു മോർണിംഗ് തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളും കൂടി ഞാനിതിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇന്ന് ഞാനൊരു ഫുൾ വീഡിയോ ആയിട്ട് ഇടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൂര്യനെ കാണുന്നുണ്ടോ, ഞാൻ അടുത്തെത്തുമ്പോൾ ഒന്നുകൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് ശ്രമിച്ച് നോക്കാം. ഇല്ലാത്തതാണ് ഞാൻ ജസ്റ്റ് ഇതേ കണ്ടെത്തിക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് കിട്ടുമ്പോൾ വേറെ ഇതുണ്ട്. ആ മരത്തുമ്പോൾ കുറച്ച് കുഞ്ഞു പൂക്കളുണ്ട് കേട്ടോ. നേരിട്ട് കാണുമ്പോഴാണ് കാണുന്നത്. സൂര്യൻ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഒരു തീകോളം ഞാൻ മറ്റേ സൺസെറ്റിൻ്റെ ഒരു വീഡിയോ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ട ഒരു നല്ലൊരു സൺറൈസ് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് കാണാം. ഞാനിപ്പോൾ ഇപ്പോഴത്തെ ഒരു വ്യൂ നിർത്താണ്. ഇനി വീട്ടിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളും കൂടി കാണിച്ചു തരാം. ഞാൻ രാവിലെ ഈ സമയത്താണ് വർക്കിന് പോകാറ്. ഇപ്പോൾ ഞാൻ പോണ ബസ്സാണ് അവിടെ നിന്ന് വരുന്നത്. പിന്നെ സൺഡേ അല്ലേ,
പുറത്തുനിന്ന് പോകണ്ട. അപ്പോൾ ഞാൻ ഇന്നീ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് കാണാറ്. അപ്പോൾ അവർ പോയിട്ട് വരട്ടെ, അവരെ വർക്ക് നടക്കട്ടെ. അപ്പോൾ അതെ അടുത്തെത്തും തോറും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ അടുത്തെത്തുമ്പോൾ ചെറിയ മറ്റൊരു ചെറിയ പൂക്കൾ കാണുന്നുണ്ടോ എന്ന് നോക്കട്ടെ. കുഞ്ഞിക്കിളിയാണോ പറഞ്ഞുപോയി. അത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കടന്നു പോകണം ആ കുക്കിനെങ്കിലും കിട്ടിയെന്നൊക്കെ. ഇവിടെ പറഞ്ഞില്ലേ ഇത് നമ്മുടെ പള്ളിപ്പുറം റോഡാണ്. ഇവിടെ നിന്ന് റൂട്ട് ഇത് തൃപ്രയാർ ഭാഗത്തേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് കേട്ടോ. നല്ല റൂട്ടാണ്. പാപ്പിക്കുട്ടിയുടെ പട്ടിക്കുട്ടിയാണ്. അയ്യോ ഞാൻ എൻ്റെ പേര് വേണം കുക്കീന്നാണോ അതെന്താണ് ഇതിൻ്റെ പേര്? എൻ്റെ അമ്മയാണ് തോന്നുന്നു കേട്ടോ. അത് ഇവിടെ ഇരുന്ന് TV കാണുന്നു. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം വിധി എഴുതാൻ ഇനി 11 നാളുകൾ മാത്രം. കുഞ്ഞുട്ടൻ എഴുന്നേൽക്കുന്നില്ലേ? എനിക്ക് നീണ്ടമുണ്ടേ ഞാൻ നടക്കാൻ പോയി. എനിക്കടാ ഉറങ്ങിക്കോട്ടെ വെച്ചു. നീണ്ടല്ലോ അല്ലേ? നീണ്ടല്ലോ അല്ലേ? എനിക്ക് പറയാണ്ട് എന്തിന് അമ്പലത്തിലായി പൂജ പോയിട്ട് വന്നോ? ഞാനില്ല. ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കട്ടെ. അതെ രാവിലെ തന്നെ വിളക്കൊക്കെ വെച്ചു കേട്ടോ. വിളക്ക് വെച്ചിട്ടുണ്ട് ഇവിടെ. നമുക്ക് അതിൻ്റെ അപ്പുറത്ത് ഇരുന്നിട്ട് പടിയും ഇരുന്നിട്ട് കട്ടൻ ചായ കുറച്ചേരം കുടിക്കാം. അവിടെ പൂസിൻ്റെയും കുട്ടൂസിൻ്റെ കിട്ടി. ജിനീഷേട്ടൻ പല്ല് വെച്ച് തുപ്പണ തരാൻ്റെ കിട്ടി. ഇത് നമ്മുടെ ജിനീഷേട്ടൻ, ചെടികളുടെ രാജാവ്. പള്ളിപ്പുറത്ത് ചെടികളുടെ രാജാവാണ് ജിനീഷേട്ടൻ. യൂട്യൂബിലിടാനാ ഇന്ന് വരും ജിനീഷേട്ടൻ യൂട്യൂബിൽ. ലൈക്കും ചെയ്യാ, കമൻ്റ് ഇടാ. വേണ്ടോ ഇനി ആരും സംശയിക്കണ്ട. ജിനീഷേട്ടൻ പല്ലൊക്കെ തയ്ക്കും. ഞാൻ പല്ലിച്ച് നടക്കാനൊക്കെ പോയി വന്നിട്ട് ചായ കുടിക്കണേ. റസ്കൊക്കെ തിന്നുണ്ട് കട്ടൻ ചായക്ക് കൂട്ടിയിട്ട്. കുറേ കരച്ചുണ്ടല്ലോ. അമ്പലത്തൊക്കെ വിരിഞ്ഞ് വരണോളൂ കേട്ടോ. അവർക്ക് ഗുഡ് മോർണിംഗ് ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞ് വരണോളൂ. നല്ല ഭംഗിയുണ്ട്. ഇത്രയും ഭംഗിയായിട്ട് ചെമ്പരത്തിക്ക്. വേറൊരു പോലും ഭംഗിയില്ലാതല്ല, ചെമ്പരത്തിയുടെ ഒരു കളറും ആ ചെമ്പരത്തിയുടെ ഒരു ഭംഗിയുണ്ടല്ലോ. ഒരു പ്രത്യേക ഭംഗിയാണ്. വേറെ ചെമ്പരത്തിയിൽ കുറേ വെറൈറ്റികളുണ്ടെങ്കിൽ നമ്മുടെ ഈ നാടൻ ചുവന്ന ചെമ്പരത്തിയുടെ ഒരു ഭംഗി വേറെ ഒന്നുമില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുറേ ചെമ്പരത്തി ഉണ്ട് കണ്ട. അവിടെ ചെമ്പരത്തി ഉണ്ട്. പിന്നെ ഓടിയിട്ട് അടിച്ചാലോ കണ്ട. അവിടെ കുറേ ചെമ്പരത്തികളുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ പോകുന്ന വഴിയാണ്. ഞാൻ പനിക്കൂർക്ക ആ സൈഡിൽ നിന്ന് ഇവിടെ ഒരു ഇതിൽ വെച്ചേക്കണം കേട്ടോ. ഇതായി വന്നിട്ട് മാറ്റിയാടണം. പിന്നെ ഞാൻ ബോഗൻവില്ല വാങ്ങിച്ചതാണ്. ഇതിൽ പിങ്കാണ്, ഇതിലൊരു ഓറഞ്ച് കളറാണ്, ഇതിൽ ഒന്നെങ്കിൽ വയലറ്റ് അല്ലെങ്കിൽ വെള്ളമാണ് ചേട്ടൻ. പിന്നെ അത് വെട്ടി നിർത്തി കേട്ടോ. ഇതൊരു മൈലാഞ്ചി ചെടി ഉണ്ടായിരുന്നത്. മൈലാഞ്ചിയുടെ കൊമ്പ് അത് മുറിച്ച് കളഞ്ഞു. അത് കരിഞ്ഞു. ഇത് ചെത്തി ഞാൻ മുറിച്ച് കളയാൻ നോക്കിയതാണ്. പക്ഷെ നമ്മൾ ശ്രമിച്ചില്ല. അപ്പോൾ എനിക്ക് നല്ലതെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹത്തിൽ നല്ല പൂക്കില്ല. അതിൻ്റെ റോസ് കളറിൽ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ വീട്. ഇവിടെ ഞാൻ ഇങ്ങനെ ചെടികൾ വെച്ചിട്ട് മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് അത് വളർന്നിട്ടുണ്ട്. ഇതിന് വെട്ടി നിർത്തണം. പിന്നെ ഇത് നല്ല രസമായിട്ടാണ്. കുറേ ചെടികളുണ്ട്. ഇതിലൊരു വയലറ്റ് പൂവുണ്ടായിരിക്കും. പിന്നെ ഇത് ചുമക്കൂർക്ക. പിന്നെ ഇത് എൻ്റെ പേര് പറഞ്ഞു. പിന്നെ ഇത് ഞാൻ കുഞ്ഞിത് എനിക്കൊരു പറമ്പിൽ കിട്ടിയിട്ട് ഞാൻ വെച്ചാൽ ഇത്ര ഇളപ്പ് വെച്ചതാട്ടോ. അതേ വളർന്ന് ഞാൻ ഇത് വെച്ചത് പട്ടില്ല ആയിട്ട് വെച്ച് വിട്ടാൽ വലുതായിട്ട് ഞാൻ വയലറ്റ് പൂവുണ്ടാവണം. എനിക്ക് കാണണം. അതേ വളർന്ന് തന്നെ കയറി പോകുന്നുണ്ടാണ്. പിന്നെ ഇവിടെ രണ്ട് സൈഡിലായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. മണി പ്ലാനിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. ഇതെനിക്ക് ലച്ചു ഏതൊരു മരത്തിന് കൊമ്പ് കിട്ടിയിട്ട് തന്നത്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ ഞാൻ ഇതും ഇങ്ങനെ പടർത്തി. പിന്നെ ഇപ്പോഴത്തെ സൈഡിലാണ് നമ്മുടെ ചെടികൾ വരുന്നത്. ഇതെനിക്ക് എൻ്റെ വലിയമാന്നാണ്. നമുക്ക് കുറേ 1-2 പൂവുണ്ടാവാറുള്ളൂ. ഇപ്പോൾ കുറേ പൂവും ഉണ്ടായിട്ടുണ്ട്. ഇത് 2-3 ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂന്തോട്ടം വലുതാക്കണം. ഇതൊരു കുഞ്ഞു പൂ. ഇത് കുഞ്ഞീത് കൊണ്ട് വെച്ചിട്ട് വലുതായിട്ടുണ്ട്. ഇത് എന്താ പറയുക, എനിക്ക് പേര് ഓർമ്മ കിട്ടുന്നില്ല. ഇപ്പോൾ ആകാശത്തുമ്പ അത് വെച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ഞാൻ കൊമ്പ് വെച്ചത് പക്ഷേ കരിഞ്ഞു പോയി. ജിനീഷേട്ടൻ എന്തായാലും ഞാൻ പറിച്ച് നട്ടാണ്ട ശരി വരുന്നുണ്ട്. ആദ്യം കരിഞ്ഞു ഞാൻ പേടിച്ചു. ചെത്തിനാണ് ഏതുമാതിരി പൂവുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു ചെമ്പരത്തിയുടെ അതൊക്കെയാണ്. പിന്നെ വേറെ ചെടികൾ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. മുല്ലപ്പൂണ്ട്, റോസയുണ്ട്, ഇടയ്ക്കുണ്ടാവും. കുറച്ച് ചെടി നോക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ കൊണ്ടുവന്നിട്ട് വെക്കണം. നമ്മുടെ വീടിൻ്റെ 2 സൈഡിൽ ഇങ്ങനെ 2 സൈഡിലായിട്ട് ഞാൻ മണി പ്ലാന്റ് വെച്ചേക്കാണ്. അപ്പോൾ മോർണിംഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ബൈ.